നമസ്കാരം. അയോധ്യ സമാധാനത്തിൻ്റെ നഗരം. അവിടെ ഭരിച്ചിരുന്നത് മഹാരാജാവ് ദശരഥനാണ്. ധർമ്മപരനായ, ശൂരനായ, വ്രതനിഷ്ഠയുള്ള ഒരു രാജാവ്. പക്ഷേ ഒരു ദുഃഖം മാത്രം അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നിരുന്നു: സന്താനമില്ലാത്തതിൻ്റെ വേദന. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അതിനുവേണ്ടി പുത്രകാമേഷ്ടിയാഗം നടത്തി. അതിലൂടെ ദശരഥനും 3 ഭാര്യമാർക്കും ദൈവികമായ ഒരു അനുഗ്രഹം ലഭിച്ചു. അങ്ങനെ ഉത്ഭവിച്ചു 4 കുട്ടികൾ. ശ്രീരാമൻ കൗസല്യാദേവിക്ക് ജനിച്ച ശാന്തനും മൃദുവുമായ ഒരു അഭിനവ പുരുഷൻ. ഭരതൻ കൈകേയിക്കും, ലക്ഷ്മണനും ശത്രുഘ്നനും സുമിത്രയ്ക്കും. രാജ്യം മുഴുവൻ ആ സന്തോഷത്തിൽ മുങ്ങിപ്പോയിരുന്നു. എല്ലാവരും ഒരുമിച്ച് രാമനെ കണ്ടപ്പോൾ മനസ്സിൽ വന്നത് ഒരേ ഒരു ചിന്തയായിരുന്നു: ഇവൻ ഭഗവാനാണ്, ആത്മധർമ്മത്തിൻ്റെ ശരീരാവതാരമാണ്. അങ്ങനെ അയോധ്യയുടെ പുണ്യഭൂമിയിൽ ആദിത്യനെ പോലെ ഉദിച്ചു വന്നു ശ്രീരാമൻ.